പാലാരൂപത ഇളംതോട്ടം വിശുദ്ധ അന്തോണീസ് ബാബ ദേവാലയത്തിൽ ഇടവകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദേവാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ചെടികളും വൃക്ഷത്തൈകളും നട്ടു. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇടവകയെ പൂർണ്ണമായും ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇളംതോട്ടം പള്ളി ഇടവകയിലെ 17 വാർഡുകളിലും ചെടികളും മരത്തൈകളും നട്ടത്. പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഹരിത പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടത്തുന്നത്. നമ്മുടെ ഇടവകയുടെ പരിസരങ്ങളും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം ഈ പച്ചപ്പ് ഉണ്ടാക്കുന്നതിനും ഭൂമിയുടെ നഷ്ടപ്പെട്ടു പോയ ഊഷരത, മണ്ണ്, അതിൻ്റെ ഫലഭൂയിഷ്ഠത തിരികെ കൊണ്ടുവരുവാനുമുള്ള ഒരു ശ്രമത്തിനായിട്ട് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷി, അടുക്കള തോട്ടം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നു. അതൊരു മത്സരമായിട്ട് ഈ വർഷം അവസാനം നമുക്ക് നടത്താൻ പറ്റും. ഏറ്റവും നല്ല ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കി അത് വീട്ടുകാരും എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു വലിയ സംരംഭമായിട്ട് മാറ്റുന്നതിനുള്ള ഒരു ശ്രമം ഇത് ഇന്ന് തുടങ്ങുന്നു. പക്ഷേ മുന്നോട്ട് എല്ലാ വർഷവും എല്ലാ ദിവസവും നമ്മൾ തുടരേണ്ട ഒരു പദ്ധതിയായിട്ട് ഇതിനെ കാണുന്നു. ഇടവകയിലെ എല്ലാ വീടുകളിലും പച്ചക്കറി തോട്ടം എന്ന ലക്ഷ്യവുമുണ്ട്. ഇളംതോട്ടം പള്ളിയിലെ ഓരോ ഇടവകങ്ങളും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും മരത്തൈകളുമാണ് പള്ളിയുടെ ചുറ്റുപാട് നടന്നത്. ഇടവകാരി ഫാദർ ജോർജ് അമ്പഴത്തുങ്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. AD 1872 ഈ ദേവാലയം സ്ഥാപിതമായത്. സെന്റ് ആൻഡ്രീസ് ബാബയുടെ പേരിലുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമാണിത്.